ഒരു ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഒക്കെ കൂടി ചേർത്തിട്ട് നമുക്കത് അരിച്ചെടുക്കാം. അപ്പം ഞാൻ 3 തവണ അരിക്കുന്നത്, അതിൽ 3ാമത്തെ തവണയാണത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോഴാണ് അത് എല്ലായിടത്തും യോജിക്കുള്ളൂ. അത് അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക നമ്മൾ. പിന്നെ നമ്മൾ എടുക്കുന്നത് പഞ്ചസാരയുണ്ട്. പഞ്ചസാര ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയിൽ 2 കരയാമ്പൂവ്, 2 ഏലക്കായ തൊലി കളഞ്ഞത്, ഒരു ചെറിയ കറുവപ്പട്ട, ഇതെല്ലാം കൂടി ചേർത്ത് അടിച്ചെടുത്താണ്. അതിലേക്ക് നമുക്ക് 4 മുട്ട എടുക്കാം. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ഉപയോഗിക്കരുത്. ഒരു 3-4 മണിക്കൂർ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ 4 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കേക്കായിരിക്കണം അവിടെ. ഇന്ന് കേക്ക് ഉണ്ടാക്കി വയ്ക്കാമെന്ന് ഞാൻ അപ്പുവിനോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരു ബനാന കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ 4 എണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് 1 സ്പൂണ് വാനില എസൻസാണ്. അപ്പോൾ അത് മുട്ടയുടെ മണം പോകാനും അതുപോലെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനൊക്കെ വാനില എസൻസ് നല്ലതാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇനി അത് നന്നായി ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കണം. നല്ല ഫ്ലഫി ആവണം. പിന്നെ നമ്മൾ എടുക്കുന്നത് 2 പഴമാണ്, 2 നേന്ത്രപ്പഴം. അത് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 പഴമാണ് എടുത്തോണം. അപ്പോൾ നേരത്തെ ഞാൻ അടിച്ചു കൊണ്ടുവന്നത് ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സിയിൽ തന്നെയാണ് ഞാൻ പിന്നെ പഴം അടിച്ചെടുക്കുന്നത്. അതും ഇതുപോലെ നല്ല കനം കുറഞ്ഞരിഞ്ഞ് നല്ല ഒട്ടും തരിയില്ലാതെ നമ്മൾ അടിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണിത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. പഴുത്ത പഴം എടുത്താലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായി അടിച്ച് കൊണ്ടുവന്ന് ഞാൻ നേരത്തെ ഞാൻ ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കൂടി നന്നായി മിക്സ് ചെയ്യാം. കണ്ടോ, നല്ല ഫ്ലഫി ആയി തന്നിട്ടുണ്ട്. നന്നായി അടിക്കണം, ഒട്ടും കട്ടിയില്ലാതെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് കാരമലൈസ് ചെയ്തതാണ്. അപ്പോൾ അതൊരു 4 സ്പൂണ് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തിട്ട് ഒരു 20 ഗ്രാം ബട്ടർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേക്കിന്. ബട്ടറും കാരമലൈസ് ചെയ്തതിലാണ് ഇടണത്. അതിൻ്റെ ഒരു കളറും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും കേക്ക് കാണാനും തിന്നാനും. ബനാന കേക്ക് നല്ല മധുരം ഉണ്ടാവണം. അപ്പോൾ നല്ല പഴുത്തതാണ് വേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ഈത്തപ്പഴം അത് കഷ്ണങ്ങളായി പൊട്ടിച്ചതും ഞാൻ നേരത്തെ അരിച്ച് വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇത് കലക്കണോടുകൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി നമ്മൾ അരിച്ച് മാറ്റി വെച്ചത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കത് അതിൻ്റെ കട്ടകളൊക്കെ ഒടിച്ച് ശരിയാക്കിയെടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് കലക്കി കൊടുക്കുക. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ശക്തിയിൽ ചെയ്യാതെ ഒരു മൈൽഡായിട്ട് ചെയ്യുക. എന്നാൽ കട്ട ഉടയും വേണം. അങ്ങനെ ചെയ്ത് കൊടുക്കുക.
അങ്ങനെ എല്ലാതും ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ ഈത്തപ്പഴം ഇട്ടത് കാണിക്കാൻ മറന്നില്ല. അപ്പോൾ ഇത് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചതാണ്, നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട് അതിൽ. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 8 ഇഞ്ചിൻ്റെയാണ് ഈ കേക്ക്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാനൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അതൊന്ന് തട്ടി കൊടുക്കണം നമ്മൾ അതിലേക്ക് വെക്കുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താണ് ഈ പോണി വെച്ചിട്ടുള്ളത്. അത് സ്റ്റീലിൻ്റെ പോണിയാണ്. വേറെ അതിലൊരു നമുക്ക് ഒരു ഫ്രൈങ് പാൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിലൊരു റിങ് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് ട്രേ വെക്കുന്നതിന് മുമ്പ്. പിന്നെ അതിനൊരു ഇപ്പോൾ അത് കേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കേക്കാണ്. നല്ല സോഫ്റ്റായ കേക്കാണ്. ചൂടാറി നമുക്കത് ഉപയോഗിക്കാം. എനിക്ക് നേരം കിട്ടിയില്ല, അപ്പം എത്തി, ഞാൻ വേഗം മുറിച്ചു. അപ്പോഴേക്കും അപ്പെടുത്ത് കൊണ്ട് ഓടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൂന് ഇഷ്ടമായിട്ട് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.